എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അണയരുതേ ഈ കനൽ. ശബ്ദം ജമാൽ ഹസൻ. എന്നാണെന്നറിയില്ല, പണ്ടെപ്പോഴോ തെളിയിച്ചതാണ് ഈ ദീപം. അതിന്റെ മൂടുപടം മുഴുവൻ നല്ല സൗന്ദര്യമാണ്. അതിന്റെ വെളിച്ചം ഒരിടത്തു മാത്രമല്ല, പരന്ന് പരന്ന് എല്ലായിടത്തും വ്യാപിച്ചു കിടക്കുന്നു. അതുപോലെ ഗന്ധം ആസ്വദിക്കാത്തവർ ഇനി ആരെങ്കിലും ഉണ്ടോ എന്നും അറിയില്ല. പലപ്പോഴും കാറ്റിൽ ആടി ഉലഞ്ഞിട്ടുണ്ട് ഈ ദീപം. ഇതുവരെയും കെടാതെ സൂക്ഷിച്ചു. തീർത്തും മെഴുകിൽ തീർത്തതാണെന്ന് പറയാൻ കഴിയില്ല. കാരണം ഇത് അത്ര പെട്ടെന്ന് ഉരുകി തീർന്നിട്ടില്ല. ഒരുപാട് പ്രതിബന്ധങ്ങൾ തരണം ചെയ്തിട്ടുണ്ട് ഈ പ്രകാശം കണ്ട് ഒരുപാട് ചെറുതും വലുതുമായ ജീവനുകൾ ചുറ്റും കൂടിയിട്ടുമുണ്ട്. ഇതുവരെയും ഒന്നിനെയും കരിച്ചു കളയാൻ ശ്രമിച്ചിട്ടുമില്ല. കൂടുതൽ പ്രകാശം നൽകി ശോഭിച്ചിട്ടേയുള്ളൂ. കത്തിജ്വലിച്ച് ഒലിച്ചു പോകുന്ന പുറംചട്ട ഉരുകിത്തീരുമ്പോഴും ഒരു നൂലിന്റെ പിൻബലത്തിൽ മറ്റുള്ളവർക്കായി സ്വയം പ്രകാശിക്കുന്നു. ഇപ്പോ വെളിച്ചത്തിന് മങ്ങലേൽക്കുന്നുണ്ട്. പ്രകാശത്തിന് വലിയ ശോഭയില്ല. ഇടയ്ക്കിടയ്ക്ക് ഒന്നുകൂടി പ്രകാശിക്കാൻ തുനിയുന്നുമുണ്ട്. ഇല്ല, കഴിയുന്നില്ല. അവസാനം വിളിച്ചു കൂവി, ദയവുണ്ടാകണം, ഞങ്ങൾക്ക് വയ്യ. ഉരുകിത്തീർന്ന ജഡം ഈ മണ്ണിൽ ഒട്ടി നിൽക്കാൻ മനസ്സില്ലാനിട്ടല്ല. പക്ഷേ ഞങ്ങളുടെ വെളിച്ചം കൊണ്ടും ഗന്ധം കൊണ്ടും പ്രകാശപൂരിതമായ ആ മണ്ണ് കണ്ട് കൊതി തീരാത്ത ഞങ്ങൾക്ക് ആ മണ്ണിൽ കിടന്നുറങ്ങാൻ മാത്രം. ശോഭിതമല്ലാത്ത ദീപങ്ങളുടെ മുഖത്തു നോക്കി പ്രകാശം തരാത്ത ഇവറ്റകളെ ഇനി എന്തിന് എന്ന മട്ടിൽ ആരും ശ്രദ്ധ കൊടുത്തില്ല. അവസാനം നൂൽത്തുമ്പിലെ അണയാത്ത കനലിലെ അവസാന വെളിച്ചവും ഊറ്റിക്കുടിച്ച് ചിലരെയെങ്കിലും ആശ്വസിപ്പിച്ചു. ബാക്കി അണഞ്ഞതും അണയാത്തതുമായ ദീപങ്ങൾ കാത്തു നിൽക്കുന്നു പ്രാർത്ഥനയോടെ. അണയരുതേ ഈ കനൽ. ജമാൽ ഹസൻ. നന്ദി, നമസ്കാരം. എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അണയരുതേ ഈ കനൽ. ശബ്ദം ജമാൽ ഹസൻ. എന്നാണെന്നറിയില്ല, പണ്ടെപ്പോഴോ തെളിയിച്ചതാണ് ഈ ദീപം. അതിന്റെ മൂടുപടം മുഴുവൻ നല്ല സൗന്ദര്യമാണ്. അതിന്റെ വെളിച്ചം ഒരിടത്തു മാത്രമല്ല, പരന്ന് പരന്ന് എല്ലായിടത്തും വ്യാപിച്ചു കിടക്കുന്നു. അതുപോലെ ഗന്ധം ആസ്വദിക്കാത്തവർ ഇനി ആരെങ്കിലും ഉണ്ടോ എന്നും